മഴയൊക്കെ പെയ്തിട്ട് എന്തായാണാവോ. വളപ്പിലേക്ക് വന്നിട്ട് 2 ദിവസമായി. എന്തോടെ എന്താ കറി? എന്തോടെ മീനാ, എന്തോടെ കോഴിയോ, എന്തോടെ ബീഫ്. അത് ഞമ്മക്ക് മുട്ടായി വാങ്ങാം. ഈ 10 ഉറുപ്പ്യ കൊണ്ട് നമുക്ക് മുട്ടായി അടിക്കണ്ട. എന്തോടെ കറിയൊന്നും വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവൻ മുട്ടായി അടിച്ചിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കിട്ട് തിന്നോട്ടെ. നമുക്ക് ഗ്രൗണ്ടിക്ക് പോവാ. എടാ പിന്നെ ചോറിണ്ടിട്ട് വേഗം ഗ്രൗണ്ടിക്ക് ആയോ? മക്കളെ, എന്തായാലും ഞാൻ ഒരു സംഭവം കണ്ടു. 10 ഉറുപ്പ്യ കിട്ടിയപ്പോൾ നിങ്ങൾ മിഠായി മേടിച്ചില്ലല്ലോ. എന്തായാലും നിങ്ങളെ കൂട്ടുകാരന് കൊടുത്തല്ലോ. നല്ലൊരു മെസ്സേജ് ഞങ്ങൾ ചെയ്തിട്ടോ. അങ്ങനെ വേണം നിങ്ങൾ കേട്ടോ. എത്രയല്ലേ പഠിക്കണ നിങ്ങള്? അയ്യോ അയ്യോ, ശരി മക്കളെ. വളപ്പേ മുണ്ടൊക്കെ ഉണ്ടായിരുന്നാണ്ട് ക്ലീനാക്കി. ഇതിപ്പോ എന്താ ഒരു പൊതി? മുട്ട. ഇത് കൂടോത്രം തന്നെയാണ്. വെറുതെ അല്ല ഞാന് ഒരു ഗതി പിടിക്കാത്തത്. ഇത് ആരൊക്കെ അറിഞ്ഞോണ്ട് പണിയാൻ നിൽക്കുക. എന്താ ചെയ്യാ? നമ്മുടെ നമ്പൂരി അച്ഛനെ ഒന്ന് വിളിച്ചോക്കാം. ഹലോ, ഹലോ, നമ്പൂരിയച്ഛ എവിടെ? ഒരു സംഭവം ഉണ്ട്. ഞാൻ വളപ്പിലേക്ക് പോകുമ്പോ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോയതാ. അതുമുണ്ട് ആരോ മുട്ടയും ഇതൊക്കെ കുറെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പൊതി ഒന്ന് വന്നതൊന്ന് ക്ലിയർ ചെയ്യ. വലിയ കൂടിയ സാധനാ തോന്നുന്നു. ഒന്ന് വരി, വരി. ആ പറയൂ, എന്ത് പറ്റി അമുദേ? എന്താ പ്രശ്നം? നോക്കിയേ, ആരോ മുട്ട കൊടുന്ന് വെച്ചിക്ക. മാറിക്ക. ഏയ് കൂടിയനാ ആടെ മുട്ട. ഒന്ന് മാറിക്കുക. അതേ, ഇന്നെ പൂട്ടാൻ വേണ്ടി ആരോ ചെയ്ത പണിയാ. ഒന്ന് ഒഴിവാക്കി തരണം. കാശിന്റെ കുറച്ച് ചെലവുണ്ട്. അതായിക്കോട്ടെ. അമ്മതേ, കണ്ണാണ്ട് അടക്കുക. ഞാനും കണ്ണാണ്ട് അടക്കുക. ഒരു മന്ത്രാണ്ട് ചെല്ലാണ്ട്. അമ്മതേ, കണ്ണാണ്ട് തുറക്കുക. കാണാനില്ലല്ലോ. കൊടിയ മന്ത്രം ചേരണം. അത് അങ്ങോട്ട് പോയി. ഓ, വയറ് വേദനിക്കുന്നു. ആ വെറുമേറ്റിൽ ആ മുട്ടായി ഒന്നുണ്ടാവുന്നു. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ഔ, സമാധാനായി. ക്യാമറ ആണല്ലേ?